السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آله وصحبه أجمعين. أما بعد. ഏവർക്കും ഖുർആൻ വസന്തം എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായമായ സൂറത്തു നിസായിലെ 55 വരെയുള്ള ആയത്തുകളാണ് നാം ഇന്നലെ വരെ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്തത്. ഈ വചനങ്ങൾ പ്രധാനമായും മദീനയിലെ യഹൂദരുടെ മനോഭാവത്തെയും സത്യനിഷേധികൾക്കുള്ള ശിക്ഷയെയും സത്യവിശ്വാസികൾക്കുള്ള പ്രതിഫലത്തെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താണ് ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത്? അവസാനമായി 55-ാമത്തെ ആയത്തിലൂടെ ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത് അതല്ല, അള്ളാഹു തന്റെ ഔദാര്യത്തിൽ നിന്ന് മനുഷ്യർക്ക്, അതായത് മുഹമ്മദ് നബിക്കും അനുയായികൾക്കും നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ പേരിൽ അവർ അസൂയപ്പെടുകയാണോ? എന്നാൽ ഇബ്രാഹീമിന്റെ കുടുംബത്തിന് നാം വേദഗ്രന്ഥവും ജ്ഞാനവും നൽകിയിട്ടുണ്ട്, അവർക്ക് നാം വലിയൊരു ആധിപത്യവും നൽകിയിട്ടുണ്ട് എന്നായിരുന്നു ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത്. അതായത് മദീനയിലെ യഹൂദ പ്രമാണികളായ ഹുയ്യബിനു അഖ്തബ്, കഅബ് ബിനു അഷ്റഫ് എന്നിവർ മുസ്ലിങ്ങളോട് കടുത്ത അസൂയ വെച്ച് പുലർത്തിയിരുന്നു. അവസാനത്തെ പ്രവാചകൻ തങ്ങളുടെ വംശത്തിൽ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽ ജനിക്കാതെ അറബികളുടെ വംശത്തിൽ, അതായത് ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ ജനിച്ചതായിരുന്നു അവരുടെ ശത്രുതയ്ക്കുള്ള കാരണം. അടുത്തതായി നമുക്ക് 55 ഇനി മനസ്സിലാക്കാനുള്ളത്. എന്താണ് 55-ാമത്തെ ആയത്തിലൂടെ പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പോൾ എന്താണ് 55-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നത്? എന്നിട്ട് അവരിൽ ചിലർ അതിൽ ആ പ്രവാചകത്വത്തിൽ വിശ്വസിച്ചു, മറ്റു ചിലർ അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞു. അങ്ങനെയുള്ളവർക്ക് കത്തിയെരിയുന്ന നരകാഗ്നി തന്നെ മതി എന്നാണ് അള്ളാഹു താല വ്യക്തമാക്കുന്നത്. അതായത് ഇബ്രാഹിം നബിയുടെ പരമ്പരയിൽപ്പെട്ടവർ തന്നെ 2 വിഭാഗമായി തിരിഞ്ഞു. ഒരു വിഭാഗം സത്യം മനസ്സിലാക്കി പ്രവാചകന്മാരെ പിന്തുടർന്നു, മറ്റൊരു വിഭാഗം അഹങ്കാരം കാരണം സത്യത്തെ നിഷേധിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. സത്യം വ്യക്തമായിട്ടും പിന്തിരിഞ്ഞു പോകുന്നവർക്ക് പരലോകത്ത് കാത്തിരിക്കുന്നത് കഠിനമായ ശിക്ഷയാണ് എന്നാണ് അല്ലാഹു തആല വ്യക്തമാക്കി തരുന്നത്. അടുത്തതായി സുഹൃത്തുക്കളെ, 56-ാമത്തെ ആയത്താണ് നമുക്ക് കേൾക്കാനുള്ളത്. എന്താണ് 56-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. سوف نصليهم نارا كلما نضجت جلودهم بدلناهم جلودا غيرها ليذوقوا العذاب إن الله كان عزيزا حكيما. അതായത് 56-ാമത്തെ ആയത്തിലൂടെ ശാസ്ത്രലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ ശിക്ഷാവിധിയാണ് പ്രഖ്യാപിക്കുന്നത്. തീർച്ചയായും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവരെ നാം നരകാഗ്നിയിലിട്ട് കരിക്കുക തന്നെ ചെയ്യും. അവരുടെ തൊലികൾ വെന്തുപോകുമ്പോഴെല്ലാം അവർക്ക് വേദന ആസ്വദിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടി അതിന് പകരം നാം അവർക്ക് വേറെ തൊലികൾ മാറ്റിക്കൊടുക്കുന്നതാണ്. തീർച്ചയായും അള്ളാഹു പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു. എന്താണ് അത്ഭുതകരമായ ശാസ്ത്ര സത്യം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടേ? ഈ വചനത്തിൽ അള്ളാഹു വേദന അറിയാൻ തൊലി മാറ്റിക്കൊടുക്കും എന്ന് പ്രത്യേകം പറയുന്നു. ആധുനിക വൈദ്യശാസ്ത്രം കണ്ടെത്തിയതനുസരിച്ച് മനുഷ്യ ശരീരത്തിൽ വേദന അറിയാനുള്ള ഞരമ്പുകൾ പ്രധാനമായും സ്ഥിതി ചെയ്യുന്നത് മനുഷ്യന്റെ ത്വക്കിലാണ്, അതായത് സ്കിന്നിലാണ്. തൊലി പൂർണ്ണമായും കരിഞ്ഞു പോയാൽ പിന്നീട് വേദന അറിയില്ല. അതുകൊണ്ടാണ് വേദന നിലനിർത്താൻ പുതിയ തൊലി നൽകുമെന്ന് ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി വ്യക്തമാക്കിയത്. അള്ളാഹുവിന്റെ നിയമങ്ങളെയും ദൃഷ്ടാന്തങ്ങളെയും അഹങ്കാരത്തോടെ തള്ളിക്കളയുന്നവർക്ക് പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷ നിരന്തരവും കഠിനവുമായിരിക്കും എന്ന് ഈ വചനം മുന്നറിയിപ്പ് നൽകുകയാണ്. എന്തൊരത്ഭുതമാണ് സുഹൃത്തുക്കളെ ഈ ആയത്ത്! സയൻസ് ഇപ്പോഴാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ വേദനകൾ അറിയുന്നത് അദ്ദേഹത്തിന്റെ തൊലിയാണ് എന്ന് അല്ലാഹു തആല 1400 കൊല്ലങ്ങൾ മുമ്പേ വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്.
അടുത്തതായി 57-ാമത്തെ ആയത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കേണ്ടതുണ്ട്. എന്താണ് 57-ാമത്തെ ആയത്ത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. والذين آمنوا وعملوا الصالحات سندخلهم جنات تجري من تحتها الأنهار خالدين فيها أبدا لهم فيها أزواج مطهرة وندخلهم ظلا ظليلا. അപ്പോൾ 57-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സത്യവിശ്വാസികളുടെ പ്രതിഫലത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരാണോ അവരെ നാം താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ പൂന്തോപ്പിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അവർ അവിടെ നിത്യവാസികളായിരിക്കും എന്ന് അള്ളാഹു പറയുന്നു. അവർക്കവിടെ പരിശുദ്ധരായ ഇണകൾ ഉണ്ടായിരിക്കും. അവരെ നാം കനത്ത തണലിൽ പ്രവേശിപ്പിക്കുന്നതാണ്. വിശദീകരിക്കുകയാണെങ്കിൽ നരകത്തിലെ കഠിനമായ ചൂടിന് വിപരീതമായി സ്വർഗത്തിലെ തണുപ്പുള്ള കനത്ത തണലിനെ കുറിച്ചാണ് ഈ വചനം സംസാരിക്കുന്നത്. കേവലം വിശ്വാസം മാത്രം പോരാ, ജീവിതത്തിൽ സൽപ്രവൃത്തികളും വേണമെന്ന് ഖുർആൻ ഇവിടെ അടിവരയിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ഭൗതിക ലോകത്തെ അശുദ്ധികളിൽ നിന്നും സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തരായ, അതായത് പരിശുദ്ധരായ ഇണകളെയാണ് സ്വർഗത്തിൽ അവർക്ക് ലഭിക്കുക എന്നാണ് 57-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു താല വിശദീകരിക്കുന്നത്. എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഈ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു താല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നാം നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യന്റെ വേദന അറിയാനുള്ളത് ഞാടീഞ്ഞരമ്പുകൾ, അതായത് ഏറ്റവും വേദന അറിയുന്നത് ശരീരത്തിലെ തൊലികൾക്കാണ് എന്നത് നാം പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ആയത്ത് തന്നെയാണ്. എന്തെല്ലാം അത്ഭുതങ്ങളാണ് സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആൻ നമ്മോട് സംസാരിക്കുന്നത്. ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കാനും ഇതനുസരിച്ച് പ്രവർത്തിക്കാനും നാം ഏവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് കൂട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ അത്ഭുതകരമായ ഖുർആന്റെ യാത്ര നാം തുടങ്ങിയിട്ട് ഏകദേശം 2 മാസത്തോളമായി. സൂറത്തുൽ ഫാത്തിഹ മുതൽ അൽ ബഖറ കഴിഞ്ഞ് ആൽ ഇംറാൻ കഴിഞ്ഞ് സൂറത്തുൻ നിസായിലേക്ക് എത്തിക്കഴിഞ്ഞു നമ്മൾ. സുഹൃത്തുക്കളെ, ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിയുമെങ്കിൽ ഈ വിശുദ്ധ ഖുർആൻ മുഴുവനായിട്ടും ഇതുപോലെ 3 ആയത്തുകൾ വീതം വെച്ചുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് മുഴുവനായിട്ട് ഖുർആൻ പഠിക്കണമെന്ന താല്പര്യത്തോടുക്കനെ എൻ്റെ സുഹൃത്തുക്കൾ വരണമെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. അതായത് വിശുദ്ധ ഖുർആനിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മോട് അല്ലാഹു തആല എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, എന്തെല്ലാം കാര്യം വിശുദ്ധ ഖുർആനിലുണ്ട്. ഈ ആയത്തുകൾ ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം എന്താണ്, ഇതൊന്നും നമുക്ക് ആരും ഇന്ന് വരെ പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ്. അതായത് വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തിനും ഓരോ പശ്ചാത്തലം ഉണ്ടായിരിക്കും സുഹൃത്തുക്കളെ. അങ്ങനെയാണ് ഈ വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ഈ ഭൂമിയിലേക്ക് ഇറക്കിയത് പ്രവാചകനിലൂടെ. ഈ സൂക്തങ്ങൾ ഓരോന്ന് നാം വിശദമായി മനസ്സിലാക്കുന്നതിലൂടെ എന്താണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് കൽപ്പിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. അല്ലാഹു തആല ഇതെല്ലാം മനസ്സിലാക്കി ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.